മാരുതി സുസുക്കിയുടെ ബ്രസ എന്ന വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, വാഹനത്തിൻ്റെ നിങ്ങൾ ലോണായിട്ട് വാങ്ങുകയാണെങ്കിൽ EMI എത്ര വരും, ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യുക. ബ്രസയുടെ LXi എന്ന ബേസിക് മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബ്രസയുടെ LXi എന്ന ബേസിക് മോഡൽ. എഞ്ചിൻ വേണ്ടത് 1462cc എഞ്ചിനാണ്. K15C സ്മാർട്ട് ഹൈബ്രിഡ് എന്ന എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഫ്യൂവൽ ടൈപ്പ് പെട്രോളാണ് ഫ്യൂവൽ ടൈപ്പ്. മൈലേജ് 17.38 ആണ് പറയുന്നത്. 17.38. ബൂട്ട് സ്പേസ് 328 ലിറ്ററാണ്. 328 ലിറ്റർ. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി 48 ലിറ്ററാണ്. ഓവർ സ്പീഡ് വാർണിംഗ്, ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടുള്ള ഓവർ സ്പീഡ് വാർണിംഗ് വരുന്നത് 80 കിലോമീറ്ററിന് 1 ബീപ്പ് എന്ന രീതിയിലാണ്. 80 കിലോമീറ്റർ ആകുമ്പോൾ ഒരു ബീപ്പ് വരുന്ന രീതിയിലാണ്. 120 കഴിയുമ്പോൾ കണ്ടിന്യൂസ് ബീപ്പ്. ഇങ്ങനെയാണ് അതിൻ്റെ ഓവർ സ്പീഡ് വാർണിംഗ് വരുന്നത്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 48 ലിറ്ററാണ്. 48 ലിറ്റർ പെട്രോളാണ്, അല്ലെങ്കിൽ ഏതാണോ ഇന്ധനം, ഇതിൽ ഈ വാഹനം പെട്രോളാണ്. സോ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 48 ലിറ്ററാണ്. എയർ ബാഗ്സ് 2 എയർ ബാഗ് വരുന്നുണ്ട്. ഡ്രൈവറിനും ഫ്രണ്ട് പാസഞ്ചറിനുമാണ് എയർ ബാഗ് വരുന്നത്. ABS ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ ഉള്ള വാഹനമാണ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ്. നമുക്കിനി വില എത്ര വരും എന്ന് നോക്കാം. ഷോറൂം പ്രൈസ് വരുന്നത് 8,34,000 രൂപയാണ്. കൂടാതെ രജിസ്ട്രേഷനും ഇൻഷുറൻസും മറ്റ് ചാർജസും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 9,95,000 രൂപയോളം വരും. ഈ വില കൃത്യമായിരിക്കില്ല, കാരണം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ ഒക്കെ ഓഫേഴ്സും വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ കൃത്യമായ വിലയ്ക്ക് നമ്മൾ ഡീലേഴ്സിനെ തന്നെ ബന്ധപ്പെടേണ്ടി വരും. പക്ഷേ ഏകദേശം ഒരു വില ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും. ഓക്കെ, നിങ്ങളിനി ഈ വാഹനം ലോണായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, കാർ ലോണായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെയാണ് ഡൗൺ പേയ്മെൻറ്റ്, EMI തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 7 വർഷത്തേക്കുള്ള ലോണാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, 7 വർഷത്തേക്കുള്ള ലോണ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന EMI 9.5% പലിശയിൽ എത്ര രൂപ വരും നോക്കാം. ഓക്കെ, സോ 2 കാര്യം ശ്രദ്ധിക്കുക. ലോണിൻ്റെ കാലാവധി 7 വർഷമാണ്. ഇൻട്രസ്റ്റ് 9.5% ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസായ 9,95,000 രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ്, ശരിക്കും നിങ്ങൾക്കൊരു 15% ഡൗൺ പേയ്മെൻറ്റ് അധിക കേസിലും വരേണ്ടതാണ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നില്ലായിട്ട് ഡൗൺ പേയ്മെൻറ്റ് 0 ആയിട്ട് നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര രൂപ EMI വരും എന്ന് നമുക്ക് ആദ്യം നോക്കാം. 16,300 രൂപയാണ് ഈ ഒരു കേസിൽ EMI വരിക. അധിക കേസിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ EMI 16,300 രൂപയായിരിക്കും വരിക. ഇനി അതല്ല ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൊരു കേസ്, അതായത് 15% ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൊരു കേസാണെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം 1,50,000 രൂപയുടെ അടുത്തായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ലോൺ എമൗണ്ട് കുറയും, കാരണം ഡൗൺ പേയ്മെൻറ്റ് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ടേ ലോൺ എമൗണ്ട് ഉണ്ടാവുള്ളൂ. സോ ലോൺ എമൗണ്ട് ഏകദേശം 8,45,750 രൂപയായിരിക്കും. ഈ ഒരു കേസിൽ EMI 13,900 കുറയും. ഓക്കെ, ഇനി നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് കുറച്ചുകൂടെ അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് അവസ്ഥയെങ്കിൽ, ഒരു 3 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലോണിൻ്റെ എമൗണ്ട് 6,95,000 രൂപയായിട്ട് കുറയുന്നതാണ്. സോ EMIക്കും കുറവ് വരും. EMI 11,400 രൂപയെ വരത്തുള്ളൂ ഈ കേസിൽ. ഓക്കെ, സോ നമ്മളിതുവരെ 7 ഇയേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതെല്ലാം നിങ്ങൾ 5 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിലുള്ളൊരു കണക്ക് കൂടെ നമുക്ക് പറയാം. ഇതേ കണ്ടീഷൻ തന്നെ 5 വർഷം 9.5% ഇൻട്രസ്റ്റ് റേറ്റിലുള്ള അതേ അവസ്ഥ തന്നെയാണ്. 5 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാത്തൊരു കേസിൽ വരുന്ന EMI 20,700 രൂപ വരും. കാരണം നിങ്ങൾ കുറഞ്ഞ വർഷം കൊണ്ട് അടച്ച് തീർക്കുകയാണ് ലോണ്, EMI കുറച്ച് അധികം അപ്പോൾ വരും. ഓക്കെ, ഇനി ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൊരു കേസാണെങ്കിലോ, ഉള്ള കേസിൽ 8,45,000 സംതിങ്ങിലോളം ലോൺ എമൗണ്ട് വരും. സോ EMI 17,600 രൂപ വരും. ഓക്കെ, ഇനി ഡൗൺ പേയ്മെൻറ്റ് 3 ലക്ഷം രൂപ അടയ്ക്കുന്ന ഒരു കേസാണെങ്കിൽ ആ കേസിൽ വരുന്ന EMI 14,500 രൂപ വരും. സോ 14,500 രൂപ EMI അടച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.